കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് വിശുദ്ധ ശനി. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും മരണത്തിനും ശേഷമുള്ള നിശബ്ദതയുടെയും ദുഃഖത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒരു ദിവസമാണ് ഇത്. ക്രിസ്തു മരിച്ച വെള്ളിയാഴ്ചയുടെ സങ്കടങ്ങൾക്കും വേദനകൾക്കും മൂന്നാം ദിവസത്തിലെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിൽ വരുന്ന ഒരു ദിവസമാണ് ഈ ഹോളി സാറ്റർഡേ. ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറ, അത് റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ച് അടച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. മാനുഷികമായിട്ട് പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച ഒരു സാഹചര്യമാണ് പശ്ചാത്തലത്തിൽ നമ്മൾ കാണുക. എല്ലാം അവസാനിച്ചു എന്ന് അധികാരികൾ കരുതിയ ഇടം, അത് ദൈവികമായ ഉയർപ്പ് എന്ന വലിയ അത്ഭുതത്തിനുള്ള രംഗ ആവിഷ്കാരമായിട്ട് മാറുകയായിരുന്നു. ചോദ്യം ചെയ്യാനാവാത്ത റോമാ ഗവൺമെൻറ്റിൻ്റെ അധികാരം മുദ്രവെച്ച കല്ലറ. അതിനുമപ്പുറം ദൈവം നിരന്തരം പ്രവർത്തന നിരതനാണെന്നും മാനുഷികമായ അസാധ്യതകൾക്കപ്പുറം ദൈവികമായ ജീവൻ്റെ ഉയർപ്പിലേക്ക് നാം നയിക്കപ്പെടും എന്നുമുള്ള പ്രത്യാശയുടെ ദിനമാണ് ഈ ശനിയാഴ്ച. യേശുവിൻ്റെ മരണശേഷമുള്ള സംഭവങ്ങളിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കഥാപാത്രമാണ് അരിമത്യക്കാരനായ യോസെഫ്. 4 സുവിശേഷങ്ങളിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങളിൽ ഈ യോസെഫ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നുവെന്നും പാറയിൽ വെട്ടിയ ഒരു പുതിയ കല്ലറ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു എന്നും നാം കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങളിൽ അവനൊരു ശ്രേഷ്ഠ മന്ത്രി ആയിരുന്നുവെന്നും ദൈവരാജ്യത്തെ കാത്തിരുന്ന ഒരാളായിരുന്നു എന്നും നാം കാണുന്നു. ലൂക്കോസ് 23-ാം അധ്യായം അതിൻ്റെ 50-51 വാക്യങ്ങളിൽ ഈ യോസെഫ് ഒരു നല്ലവനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവരാജ്യത്തെ കാത്തിരുന്നവനായിരുന്നു, ഒരു മന്ത്രി ആയിരുന്നു. മാത്രവുമല്ല, യേശുവിനെ കൊല്ലാനുള്ള യഹൂദന്മാരുടെ ആലോചനയെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന സൂചനയും കാണുന്നുണ്ട്. 4-ാം സുവിശേഷത്തിൽ യോഹന്നാൻ 19:38-39 വാക്യങ്ങളിൽ രഹസ്യത്തിലുള്ള യേശുവിൻ്റെ ശിഷ്യനായിരുന്നുവെന്നും നിക്കോദിമോസ് എന്ന രഹസ്യ ശിഷ്യനുമായിട്ട് ഈ യോസെഫിന് ബന്ധമുണ്ടായിരുന്നു എന്നും നാം മനസ്സിലാക്കുക. നോക്കുക, അരിമത്യയിലെ യോസെഫിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ബയോഡാറ്റയിലെ എല്ലാ വിവരങ്ങളും വളരെ നല്ലതു തന്നെയാണ്. ഒത്തിരി സംസാരിക്കുന്നില്ല, എന്നാൽ ഭയമില്ലാതെ, ധൈര്യത്തോടെ, ദയയോടെ, ഉറപ്പുള്ള വിശ്വാസത്തോടും ആശ്രയത്തോടും കൂടെ യോസെഫ് യേശുവിൻ്റെ മരണശേഷം യേശുവിനു വേണ്ടി പ്രവർത്തന നിരതനാകുന്നുണ്ട്. കൂടെയുണ്ടായിരുന്നവരൊക്കെ യേശുവിൻ്റെ മരണത്തോടെ ഓടി അകന്നപ്പോൾ ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അരികിൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുന്നു. വിശ്വാസമുണ്ട് എന്ന് അവകാശപ്പെട്ടവരൊക്കെ ഓടിപ്പോയി. എന്നാൽ യോസെഫ് യേശുവിലുള്ള തൻ്റെ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ജീവിത സന്തോഷത്തിന് അത്യാവശ്യമായിട്ടുണ്ടാകേണ്ട എല്ലാ സാഹചര്യങ്ങളുമുള്ള ധനികനായ, സമ്മതനായ, അറിയപ്പെടുന്ന, സ്വീകാര്യനായ ഒരു മന്ത്രിയായിരുന്നു യോസെഫ്. എന്നാൽ തൻ്റെ തോട്ടത്തിൽ തനിക്ക് വേണ്ടി തന്നെ ഒരു കല്ലറ കൂടി വെട്ടിയുണ്ടാക്കിയിരുന്നു എന്ന് നാം വായിക്കുന്നു. അത് വളരെ അസാധാരണമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും ഐശ്വര്യങ്ങളുമുണ്ട്, എന്നാൽ അതിൻ്റെ മധ്യത്തിലും മരണത്തെക്കുറിച്ചുള്ള ഒരു അവബോധത്തിനായിട്ട് ഒരു സ്പേസ് യോസെഫ് സൂക്ഷിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി, സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി ഉള്ള ഓട്ടത്തിലാണ്. എന്നാൽ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം മറന്നു പോകരുതാത്ത ഒരു
യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു ആത്മീയ സത്യം നാം കാണുന്നതും വെട്ടിപ്പിടിക്കുന്നതും നേടുന്നതുമൊക്കെ വളരെ താൽക്കാലികമായിട്ടുള്ളതാണ് എന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ സ്ഥാനങ്ങളും നേട്ടങ്ങളുമെല്ലാം ഛേദമെന്നെണ്ണിയ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കാണാത്തതിനെ, നിത്യമായതിനെ ധ്യാനിക്കാനാകണം എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മോട് പറയുക. എൻ്റേത് എന്ന് കരുതി നാം മുറുകെ പിടിക്കുന്നതിനെ ഒക്കെ വിട്ട് ഒരു മടങ്ങിപ്പോകൽ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യത തന്നെയാണ്. അരിമത്യക്കാരനായ യോസെഫ് യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി ധൈര്യത്തോടെ മുൻപോട്ട് വരുന്നു. ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്കിടയിലും ഒരു മരണാവബോധം ഉള്ളിൽ സൂക്ഷിക്കുവാൻ യോസെഫിന് കഴിഞ്ഞു. തനിക്കായി ഉണ്ടാക്കിയ കല്ലറ യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്യുവാനായി യോസെഫ് വിട്ടുകൊടുത്തു. പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി എന്ന് തോന്നുമ്പോഴും യേശുവിനോടുള്ള സ്നേഹവും യേശുവിനുള്ള വിശ്വാസവും അചഞ്ചലമായി നിലനിർത്തി. ആ ഒരു സമർപ്പണത്തിൻ്റെ ഫലം, ആ യോസെഫിൻ്റെ കല്ലറ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു ലോഞ്ചിങ് ഗ്രൗണ്ട് ആയിട്ട് മാറുകയാണ്. മരണത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ആത്യന്തിക വിജയത്തിൻ്റെ ഇടമായിട്ട് അരിമത്യക്കാരനായ യോസെഫിൻ്റെ കല്ലറ മാറുകയാണ്. യോസെഫിൻ്റെ ജീവിതവും സമർപ്പണവും നമുക്കും ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ധൈര്യപ്പെടുക, കാത്തിരിക്കുക, പ്രവർത്തിക്കുക, യേശുവിൽ ഉറച്ച് വിശ്വസിക്കുക. മരണത്തിൻ്റെ അന്ധകാരത്തിനപ്പുറം പ്രകാശത്തിൻ്റെ ജീവൻ്റെ ഉയർപ്പ് നിശ്ചയമായും നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നുണ്ട്. ഏവർക്കും ഹൃദയപൂർവമായ ഈസ്റ്റർ ആശംസകൾ.